नमस्कार। कल मैंने कहा कि जो किसान है वो हिंदुस्तान की नींव है, फाउंडेशन है, और फूड सिक्योरिटी के लिए कांग्रेस पार्टी और हिंदुस्तान लड़ी थी। नरेंद्र मोदी जी ने ഇങ്ങനെ രാഹുൽ ഗാന്ധി ചോദിച്ച മൂന്ന് ചോദ്യങ്ങൾക്ക് ഒന്നിനുള്ള ഉത്തരമാണ് രാഹുൽ ഗാന്ധിനെ പുറത്താക്കിയിരിക്കും. എപ്സ്റ്റീൻ ഫയൽസിനെ ചോദിച്ചുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇത്തരം കാര്യങ്ങൾ സഭയിൽ പറയാൻ പാടില്ല. മൂന്നാമത് ട്രേഡിനെ കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പ്രധാനമന്ത്രിനെ നിങ്ങൾ ഇത് അടിക്കുന്നു, നിങ്ങളുടെ വനിതാ എം പിമാർ വന്ന് അടിക്കാൻ വരുന്നു. നാലാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ്, നാലാമത്തെ ചോദ്യം, നിങ്ങളുടെ ബജറ്റിൽ എന്തുണ്ട് ചോദ്യത്തിന് ഉത്തരം 2014 ഇതിലും മോശമായിരുന്നു, ഞങ്ങൾ മെച്ചപ്പെടുത്തിയിരുന്നത്, അതല്ലെങ്കിൽ ഇതിൽ എന്താണുള്ളത് എന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ലോക്സഭാ അംഗത്വം റദ്ദാക്കുന്നു, അതുപോലെ തന്നെ ഇനി ആജീവനാന്ത വിലക്ക് കിട്ടും എന്നൊക്കെ പേടിച്ചിട്ട് രാഹുൽ ഗാന്ധി ഇന്ന് വന്ന് മാപ്പ് പറഞ്ഞോന്നായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചത്. കുറച്ചു മുമ്പ് രാഹുൽ ഗാന്ധി പുള്ളിയുടെ തന്നെ പോസ്റ്റായിട്ട് ഇട്ടിട്ടുള്ള ഒരു സംഭവമാണിത്. ഇതിൽ പുള്ളി വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ FIR ഇട്ടോ, നിങ്ങൾ പേടിപ്പിച്ചോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ ഞാൻ എവിടെയാണെങ്കിലും പറയും. അതല്ലാണ്ട് 56 ഇഞ്ച് വലുപ്പമുള്ള ഒരു മനുഷ്യന്റെ, അതും ലോക വിശ്വഗുരുവായിട്ടുള്ള ഒരു മനുഷ്യന്റെ, ഒരു ബയോളജിക്കൽ ദൈവമായിട്ടുള്ള മനുഷ്യന്റെ, അതല്ലെങ്കിൽ ലോകത്തെ യുദ്ധങ്ങൾ നിർത്തുന്ന ഒരു മഹാരാജാവിന്റെ, അതല്ലെങ്കിൽ ഒരു ലോകത്ത് ഈ ട്രേഡുകളുടെ രാജകുമാരന്റെ, ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ ഉള്ള നമ്മുടെ പ്രധാന ചക്കക്കുരുവിന്റെ പേടി എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട്. ആദ്യ ഒരു ദിവസം പാർലമെന്റിൽ വന്നു, അതല്ലെങ്കിൽ എല്ലാവരും കൂടെ തന്നെ വളഞ്ഞിട്ട് കൊല്ലും എന്ന് പേടിച്ചിട്ട് പിന്നെ പാർലമെന്റിന്റെ അടുത്തോട്ട് പോലും വരാണ്ട് ഏതോ വിശ്വഗുരുവിന്റെ ആശ്രമത്തിൽ ഇരുന്ന് ചൂട്ട് വലിക്കുന്ന നമ്മുടെ പ്രധാന ജിയെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ആ ജീനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു മറുപടി ജി ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിനു വേണ്ടിയിട്ട് ന്യായീകരിക്കാമെന്ന സകല സംഘി വാണങ്ങളെയും നമ്മൾ കാണുന്നുണ്ടായി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പാർലമെന്റിൽ. ഈ ആൾക്കാരോട് രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾ വളരെ കൃത്യമായിരുന്നു. ആകെ 3-4 ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. ഒന്ന് നരവണയുടെ ബുക്കിനെ കുറിച്ചിട്ടാണ്. ആ ബുക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ വെച്ചപ്പം ഇല്ലാത്ത ബുക്കല്ല, നരവണ എഴുതിയ ബുക്ക്, കേന്ദ്ര സർക്കാർ അനുമതി കൊടുക്കാത്ത ബുക്കിലത്തെ, അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ചോദ്യചിഹ്നത്തിൽ അല്ലെങ്കിൽ അവരെ ചോദ്യമുനയിൽ നിർത്തുന്ന ചോദ്യം അതിലുള്ളത് കൊണ്ട് അംഗീകാരം കൊടുക്കാത്ത ബുക്കിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വെച്ചപ്പം ഇല്ലാത്ത ബുക്ക് പ്രസിദ്ധീകരിച്ചില്ലേ, നിനക്ക് ഞാൻ പണി തരടാന്ന് പറഞ്ഞത്. ബുക്കിനെ പറ്റി ഒന്നും മിണ്ടിയിട്ടില്ല. ഇനി എപ്സ്റ്റീൻ ഫയൽസിന്റെ കാര്യം ചോദിച്ച സമയത്ത് അനിൽ അംബാനിയുടെ പേരില്ല വെച്ചപ്പം അനിൽ അംബാനി നമ്മുടെ സഭയിലില്ലാത്ത ആൾക്കാരല്ലേ, പിന്നെ എന്തിനാ പറയുന്നതെന്നാണ് ചോദിച്ചത്. അല്ലാതെ പേരെങ്ങനെ വന്നു ഒരു ചോദ്യം നമ്മുടെ പത്രങ്ങൾ പോലും ചോദിച്ചിട്ടില്ല. രണ്ടാമത്തത്, നമ്മുടെ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പേരെങ്ങനെ വന്നു, അതല്ലെങ്കിൽ എപ്സ്റ്റീനുമായിട്ട് 4-5 കൂടിക്കാഴ്ചകൾ നടത്തിയെന്ന് പൂരി തന്നെ വന്നിട്ട് നമ്മുടെ മുമ്പിൽ പറയണ്ടായി. ഈ കാഴ്ചകളൊക്കെ നടന്നത് എന്താണ്, ഇന്റർനാഷണൽ പീസ് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷേ കൂടിക്കാഴ്ചകളെല്ലാം എപ്സ്റ്റീന്റെ ആഡംബര വീട്ടിൽ വെച്ചിട്ട്, അതായത് എപ്സ്റ്റീൻ കുട്ടികളെ കൂട്ടിക്കൊടുത്ത ദ്വീപിലെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു, എപ്സ്റ്റീന്റെ വീടുകളിൽ വെച്ചിട്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ഇമെയിലുകളിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ സമയം എപ്സ്റ്റീന്റെ സൈഡിൽ നിന്ന് കൊടുക്കും, ഇന്ന സമയത്ത് നമ്മൾ കൂടിക്കാഴ്ച ചെയ്യും, അത് എൻ്റെ വീട്ടിൽ ഓക്കെ റെഡി എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള 8-9 മെയിലുകളാണ് അതിലുള്ളത്. അതിൽ ആം ആദ്മി പാർട്ടി അതിൻ്റെ ഓരോ മെയിൽ വെച്ചിട്ട് ഒരു പത്രസമ്മേളനം നടത്തി. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോയി കണ്ട് കറക്റ്റായിട്ട് അതിലുണ്ട് ഏതൊക്കെ സമയത്ത് എപ്പോഴൊക്കെയാണ് എപ്സ്റ്റീൻ്റെ സൈഡിൽ നിന്ന് പൂരിക്ക് മെസ്സേജ് വന്നത് എന്നുള്ളത്, മെയിൽ വന്നത് എന്നുള്ളത്, അതിന് പുള്ളി കൊടുത്ത റിപ്ലൈയും വെഡിപ്പായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഫേക്കല്ലല്ലോ, ഇല്ല, അമേരിക്കയുടെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അപ്പം ആ പേരെങ്ങനെ വന്നു എന്ന് ചോദിച്ചതിനുള്ള ഉത്തരം രാഹുൽ ഗാന്ധി നിന്നെ ഞങ്ങൾ സഭയിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്, അതാ അതിനുള്ള ഉത്തരം. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചത് നിർമ്മലാ സീതാരാമനോട് ബഡ്ജറ്റിനെ പറ്റിയിട്ടായിരുന്നു. നമ്മുടെ ബഡ്ജറ്റിന്റെ അവസ്ഥ എന്താണ്, പാവപ്പെട്ടവർക്ക് എന്തുണ്ട്, കൃഷിക്കാർക്ക് എന്തുണ്ട്, ഈ ബഡ്ജറ്റ് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പം ഇന്ന് നമ്മുടെ നിർമ്മലാജി വന്ന് സംസാരിച്ചത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. എന്താണെന്നായിരിക്കും അല്ലെ, 2014 മുമ്പിൽ ഇതിലും മോശമില്ലായിരുന്നോ, അപ്പോൾ പിന്നെ ഇതൊക്കെ സഹിച്ചേക്കെന്ന് പറഞ്ഞത്. അപ്പോൾ ബഡ്ജറ്റിന് ചോദിച്ച കാര്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. ഇങ്ങനെ രാഹുൽ ഗാന്ധി ചോദിച്ച 3 ചോദ്യങ്ങൾക്ക് ഒന്നിനുള്ള ഉത്തരമാണ് രാഹുൽ ഗാന്ധിനെ പുറത്താക്കിയിരിക്കും. എപ്സ്റ്റീൻ ഫയൽസിനെ ചോദിച്ചുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇത്തരം കാര്യങ്ങൾ സഭയിൽ പറയാൻ പാടില്ല. മൂന്നാമത് ട്രേഡിനെ കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പ്രധാനമന്ത്രിനെ നിങ്ങൾ ഇത് അടിക്കുന്നു, നിങ്ങളുടെ വനിതാ എം പിമാർ വന്ന് അടിക്കാൻ വരുന്നു. നാലാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ്, നാലാമത്തെ ചോദ്യം, നിങ്ങളുടെ ബജറ്റിൽ എന്തുണ്ട് ചോദ്യത്തിന് ഉത്തരം 2014 ഇതിലും മോശമായിരുന്നു, ഞങ്ങൾ മെച്ചപ്പെടുത്തിയിരുന്നത്, അതല്ലെങ്കിൽ ഇതിൽ എന്താണുള്ളത് എന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഈ 4 ചോദ്യങ്ങൾ ചോദിച്ചതിന് ഇന്ന് BJP വക്താവ് രാഹുൽ ഗാന്ധിക്കെതിരെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിനെ എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് പുറത്താക്കണം, ഇവിടെ നിന്ന് നമ്മുടെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കണം, MP സ്ഥാനം റദ്ദ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇപ്പം തന്നെ മനസ്സിലായില്ലേ, ഇത്രയും ചോദ്യങ്ങൾ, വെറും 4 ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം പറയാൻ പറ്റാത്ത 8 വളിയന്മാരാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. മനസ്സിലായില്ലേ, വിശ്വഗുരു, ചക്കക്കുരു, സകല കുരുക്കളും നമ്മുടെ രാജ്യം ഭരിക്കുന്ന വേടി തൊണ്ടന്മാരാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ. എന്തുകൊണ്ടാണ് അമേരിക്കൻ ട്രേഡ് ഡീൽ സൈൻ ചെയ്തത് ഇപ്പം മനസ്സിലായില്ലേ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആടിയതും പാടിയതും ട്രംപിനെ സുഖിപ്പിച്ചതും മറ്റു ചില സുഖങ്ങൾ കിട്ടിയതും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തോട്ട് വിട്ടതാണ്. അതല്ലാണ്ട് AI ക്രിയേഷൻ അല്ല.
BJPയുടെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ടെക്സ്റ്റൈൽസ് മന്ത്രി കുറച്ച് AI ഫോട്ടോസുമായിട്ട് പോയിരുന്നു ഇന്നലെ പാർലമെന്റിലോട്ട്. അയാൾക്ക് എന്ത് ഫോട്ടോയും കാണിക്കാം, എന്തും പറയാം. അത് ചോദ്യം ചെയ്ത ആൾക്കാർ ഇപ്പം എന്താ കിടക്കുന്നു പുറത്ത്. അയാൾ കാണിച്ച 4 ഫോട്ടോകളായിരുന്നു. അതിൽ ആദ്യത്തെ പിക്ചർ AI പിക്ചർ, നെഹ്റുവിനെ ക്രിയേറ്റ് ചെയ്ത AI പിക്ചർ. ഉളുപ്പില്ലടോ നിനക്കും ചോദിക്കാൻ തോന്നിപ്പോയി. ഇമാതിരി AI പിക്ചറാന്ന് പോലും കണ്ടാൽ തിരിച്ചറിയാൻ വിവരവും വെളിപാടോ ഇല്ലാത്ത വെറും ചാണക്കൂട്ടങ്ങളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന മന്ത്രിമാർ. നിങ്ങൾ ചിന്തിച്ച് നോക്കണം. രണ്ടാമത്തെ ചിത്രം സ്വന്തം സഹോദരിയുടെ കൂടെയുള്ള ചിത്രം, മൂന്നാമത്തെ ചിത്രം സ്വന്തം സഹോദരിയുടെ മകളുടെ കൂടെയുള്ള ചിത്രം. ഈ 3 പിക്ചറും പിടിച്ചിട്ടാണ് നമ്മുടെ ടെക്സ്റ്റൈൽസ് മന്ത്രി നമ്മുടെ ലോക്സഭയിൽ ഇന്നലെ എത്തിയിട്ടുള്ളത്. ഇങ്ങനത്തെ വട്ടുവെളുപ്പൻ ആസ്ഥാന മണ്ടന്മാരാണ് രാജ്യം ഭരിക്കുന്ന മന്ത്രിമാരെന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾ. ഞാൻ അപ്പുറത്തോട്ട് ഞാൻ പറയുന്നില്ല. ഏതായാലും രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞതാണോ എന്ന് നമുക്ക് നോക്കാം. രാഹുൽ ഗാന്ധി കുറച്ച് മുമ്പ് വന്നിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊക്കെ ആയിരുന്നു. നമസ്കാർ. കൽ मैंने कहा കർഷകർക്ക് വേണ്ടിയുള്ള, രാജ്യത്തെ കർഷകർക്ക് വേണ്ടിയുള്ള തന്റെ നിലപാട് വ്യക്തമാവുന്നുണ്ട്. പ്രധാന പോയിന്റുകൾ താഴെ പറയുന്നത്: കർഷകരുടെ പ്രാധാന്യം ഇന്ത്യയുടെ അടിത്തറയാണെന്നും രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് അവർക്ക് വലിയ പങ്കുണ്ടെന്നും രാഹുൽ ഗാന്ധി ഇതിൽ പറഞ്ഞു. സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ: നരേന്ദ്ര മോദി സർക്കാർ USA-യുമായിട്ട് അമേരിക്കയുമായി നടത്തിയ കരാറുകളിലൂടെ പരുത്തി, സോയ, ആപ്പിൾ കർഷകരെ വഞ്ചിച്ച്. കാരണം ഈ 3 സാധനങ്ങളും അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ചില എന്താ പറയുക നിഷ്പക്ഷ പണിക്കന്മാർ ഇന്ന് വലിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കർഷകർക്കൊന്നും ഇതില്ല, അതൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞ ഇതൊക്കെ ചീറ്റിപ്പോയി. എടാ പൊട്ട, നിന്നോടും കൂടെ പറയുന്നത് അതല്ല. നമ്മുടെ US-ന്റെ സൈഡിൽ നിന്ന് ഇന്നത്തെ ട്രേഡ് ഡീലിന്റെ ഭാഗമായിട്ട് അവർ പുറത്തോട്ട് വിട്ടിട്ടുള്ള കുറച്ച് എക്സ്ട്രാ മൊഡ്യൂൾസ് വന്നിട്ടുണ്ട്. ആ മൊഡ്യൂൾസ് വന്നതിൽ അതിൽ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. അതിൽ ഈ പറഞ്ഞ സാധനങ്ങൾ സോയ, ആപ്പിൾ, പരുത്തി ഇതൊന്നും അതിൽ പെടുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആ വിവരം വേണ്ട, സംഘികൾക്ക് ഇങ്ങനത്തെ വിവരമൊക്കെ നീ കൊടുക്കുക, അതാണ് നല്ലത്. എപ്പോഴും അതവിടെ നിൽക്കട്ടെ. അപ്പം ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാണ്. നമ്മുടെ രാജ്യത്തെ ഇത്രയും നമ്മുടെ അതായത് സോയാലും സത്യം പറഞ്ഞാൽ ഈ സോയയിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ ഉൽപ്പാദനമുള്ള സാധനമാണ്. 4ാമത്തെ 5ാമത്തെ പൊസിഷനാണ് നമ്മൾ. ആപ്പിളിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് ഉൽപ്പാദനമുള്ളതാണ്. കാശ്മീരും പല ഭാഗങ്ങളും, നമ്മൾ ഉത്തരാഖണ്ഡ് ഭാഗങ്ങളിലൊക്കെ. പരുത്തി നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പരുത്തി ഉണ്ടാക്കുന്ന ഒരു രാജ്യത്തിൽപ്പെട്ട രാജ്യം നമ്മൾ. അപ്പോൾ ഇതൊക്കെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് തള്ളുന്ന സമയത്ത് ആർക്കാണ്, ഏത് കർഷകരാണ് വഞ്ചിക്കപ്പെട്ടത് എന്നുള്ളത് തനിക്കറിയാം. അവർക്കൊപ്പം രാഹുൽ ഗാന്ധി നിൽക്കും എന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നെ വിദേശ ശക്തികൾക്ക് അദാനി, അംബാനി തുടങ്ങിയ സുഹൃത്തുക്കളുമായി ഇന്ത്യയുടെ കാർഷിക വിപണി മോദി തുറന്നു കൊടുത്തിരിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. കർഷകരുടെ അവസ്ഥ: അമേരിക്കൻ കർഷകർക്ക് വലിയ കൃഷിയിടങ്ങളും സർക്കാരിൻ്റെ സബ്സിഡികളും ഒരുപാടുണ്ട്. പക്ഷേ ഇന്ത്യൻ കർഷകർക്ക് ചെറിയ ചെറിയ പ്ലോട്ട് മാത്രമേ ഉള്ളത്. സർക്കാരിൻ്റെ സബ്സിഡി കിട്ടാറില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും ആളുകൾ എപ്പോഴും ആത്മഹത്യ ചെയ്യാറുള്ളതും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു വിഭാഗമാണ് കർഷകർ. അപ്പം ഇത്തരത്തിലുള്ളൊരു കർഷകരെ സഹായിക്കുന്നതിന് പകരം അമേരിക്കയിൽ കുമ്പ ഉറപ്പിച്ച കർഷകർക്ക് കുറച്ചും കൂടി ഇന്ത്യയുടെ വിപണി കൂടെ വിട്ടുകൊടുത്ത ഒരവസ്ഥയാണ് നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തത്. അദാനി, അംബാനി ആയിരിക്കും ഇതിൻ്റെ ഇടനിലക്കാർ എന്നാണ് പുള്ളിക്ക് പറയാനുള്ളത്. അതും കൂടെ രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, പോരാട്ട വീര്യം. തനിക്കെതിരെ FIR ഇട്ടാലോ, കേസ് എടുത്താലോ, അതല്ലെങ്കിൽ അവകാശ ലംഘന പ്രമേയം, അതായത് ലോക്സഭയിലെ അവകാശ ലംഘന പ്രമേയം കൊണ്ടുവന്നാലോ തനിക്ക് ഒരു ചുക്കുമില്ല എന്ന് കൂടി പുള്ളി വ്യക്തമാക്കിയിട്ടുണ്ട്. പാർലമെന്റിൽ താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. അതിനെതിരെ അതിൻ്റെ മറുപടി പറയാൻ പറ്റാത്തോടത്ത് ഇതുപോലത്തെ തൂറിക്കാണിക്കുന്ന BJP-ക്കാരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് BJP-നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. BJP-യുടെയും മോദിയുടെയും രാഹുകാലം തന്നെയാണ് ഇപ്പം രാഹുൽ ഇവിടെ നമ്മുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം. ഇനി ഇതേ സ്ഥാനത്ത് മറ്റ് ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് ഇന്ന് നിർമ്മല സീതാറാം ഇന്ന് വന്ന് പറഞ്ഞിട്ടുള്ളത് കേൾക്കണമായിരുന്നു നിങ്ങൾ. നമുക്ക് ചിരി വരും, കോമഡി വരും. ഇത്രയും കാര്യങ്ങൾ നിർമ്മലയോട് ചോദിച്ചു. ഇന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ ഓരോ കാര്യങ്ങൾ പറയുമ്പം അവിടെ സഭയിൽ ഇരുന്ന് ഇളിച്ചുകൊണ്ടിരുന്ന നിർമ്മലൻ്റെ പേരെടുത്ത് നിർമ്മല ചിരിച്ചോ നിങ്ങൾ? നിങ്ങൾക്ക് ചിരിക്കാൻ മാത്രമേ പറ്റൂ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിനുള്ള മറുപടി പ്രസംഗം ഇന്നുണ്ടായിരുന്നു. ആ മറുപടി പ്രസംഗമായിരുന്നു ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം. നമ്മൾ വിചാരിച്ചു എന്തൊക്കെയോ പറയാൻ വിചാരിച്ചിരിക്കുകയാണ്, പക്ഷേ അതിലെ വളരെ സിമ്പിളായിരുന്നു പറഞ്ഞത്. 2014 മുമ്പ് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. 2014 മുമ്പ് അങ്ങനെ ആയിരുന്നു. മറ്റേ മോദി നമ്മുടെ ഇയാളെ പറയുന്ന പോലെയാണ്, നെഹ്റുവിനെ പറയുന്ന പോലെയാണ്. നെഹ്റു പണ്ടത് ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ തന്നെ നിർമ്മൽ ഇതുപോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവസാനം നമ്മുടെ ബജറ്റിൽ എന്താണുള്ളത്, കർഷകർക്ക് എന്താണുള്ളത്, പാവപ്പെട്ടവർക്ക് എന്താണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എവിടെയും നമ്മുടെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പറയാണ്ട് മറ്റെന്തൊക്കെയോ പറഞ്ഞു പോകുന്ന ഒരു കൂട്ടം എന്താ പറയുക രാജ്യം ഭരിക്കുന്ന ഒരു വെകിട് മന്ത്രിമാരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യസഭയിൽ ചെന്ന് കഴിഞ്ഞാലും ലോക്സഭയിൽ ചെന്ന് കഴിഞ്ഞാലും. നിങ്ങൾ പറ, രാജ്യം ഈ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ എത്ര കാലം നമ്മളിങ്ങനെ പോകുന്നു ചിന്തിച്ച് നോക്ക്. സംഖ്യകളങ്ങ് മാറ്റി നിർത്തിയേക്ക്. ഇതിൻ്റെ താഴത്ത് വന്ന് കുറയ്ക്കും. കുറേ ഈ ചെത്തല പട്ടികൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് കുറയ്ക്കുന്ന പോലെ കുറയ്ക്കും. നമ്മളാരെയും മൈൻഡ് ചെയ്യാറുണ്ടോ? കല്ലെടുത്ത് എറി കിടക്ക്. അതുപോലെ നിങ്ങൾ കാണുകയാണെങ്കിൽ കല്ലെടുത്ത് എറിഞ്ഞോ, അത് ചിലച്ചോട്ടെ. പക്ഷേ യഥാർത്ഥത്തിൽ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് അവസ്ഥ നമ്മുടേത് എന്നുള്ളത് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു സാധാരണ മനുഷ്യനും മനസ്സിലാവും.